പലപ്പോഴും പാരൻസ് തിങ്ക് ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാല് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ നീഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത ലവ് ഇസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടാണ് പാരൻസിന് ഐ തിങ്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനൊരു അതെ. ഒബ്സർവ് ചെയ്തൊരു കാര്യം. പല പേരൻസും ഷെയർ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് വേണ്ട ഒരു കാര്യം തന്നെ. പക്ഷെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലെ? ഇപ്പോ നമ്മള് നമ്മുടെ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അത് എവിഡന്റ് ആക്കുക എന്ന് പറയുന്നതാണ് പലപ്പോഴും ആ ഒരു ഫിസിക്കൽ നീഡ്സിനേക്കാളും പലപ്പോഴും കുട്ടി ക്രേവ് ചെയ്യുന്ന സീക്ക് ചെയ്യുന്ന ഒരു കാര്യം. ചിലപ്പോൾ കുട്ടികൾക്ക് അത് ആവശ്യമാണ്, സുനു പറഞ്ഞ പോലെ അതെ ശരിയാണ്. അതെ. ഒരു ഇമോഷണൽ ഇന്റിമസി. ഇന്റിമസി അവർക്കത് വേണം. അത് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസീവ് ആയിട്ട് തന്നെ അത് വേണം. അതെ അതെ. അപ്പോൾ പാരൻസ് ദേ തിങ്ക് ലൈക്ക് അത് കുറച്ചൊരു കുട്ടികളത് നമ്മുടെ മേൽ തലേ കയറോ അതെ അതെ അല്ലെങ്കിൽ അതെ. അങ്ങനെ. എക്സ്പ്രസീവ് ആയ ഞാനിപ്പോ അവന്റെ അടുത്ത് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാല് എനിക്ക് ആ ഒരു അതോറിറ്റി കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒരു പേരന്റ് ഫിഗർ അല്ലെങ്കിൽ ആ ഒരു പവർ ഡൈനാമിക്സ് അതെ, കാര്യങ്ങളല്ലേ. ഫ്രണ്ട് പോലെ ആയാൽ അത് പാരന്റിങ്ങിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആവും. അതെ അതെ. പിന്നെ അവരുടെ ഡിമാൻഡ്സിന് എഗ്രി ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഒരു കേസ് റീസെൻ്റ്ലി, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആള് ഷി വാസ് വെരി ബ്രൈറ്റ് അല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ ഒരു നല്ല അംബീഷ്യസ് ആയിട്ടൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ആളുടെ വാല്യൂസ് ഒന്നും അലൈൻ ചെയ്യാത്ത ഒരു ആളായിട്ട് ഷീ ജസ്റ്റ് വെൻറ്റ്. ഓക്കെ, അപ്പോൾ പാരൻസും എഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ലേറ്റർ ഓൺ അതൊരു ഇമ്പൾസീവ് ആക്ട് ആയിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ഷീ റിഗ്രറ്റഡ് ഓൺ ദാറ്റ്. ഷീ റിയലൈസ്. ഷീ റിയലൈസ്ഡ് ആൻഡ് ഓക്കെ. അപ്പം അത് അവിടെ സംഭവിച്ചത് ഐ തിങ്ക് ബിക്കോസ് ഓഫ് അത് ഒരു എന്താ പറയാ ലവ്, അതൊരു ഫിസിക്കൽ ലവ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രസീവ് പാരൻസിൻ്റെ അത് കിട്ടാനുള്ള ഷെയർ ചെയ്യുന്ന സ്പേസ് ഇല്ലാണ്ടാവാം. അതെ അതെ. ഇപ്പൊ റൈറ്റ് ഫ്രം യങ് ഏജ് ചിലപ്പോ കുട്ടി അങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോ ഡിസ്മിസ് ചെയ്ത് വിടുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെ ഇത് പറയുമ്പോൾ അവരെന്തായിരിക്കും പറയുക എന്നുള്ള ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നാച്ചുറലി കുട്ടികൾ എന്താ പിന്നെ അത് ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് സംവൺ എൽസ് എന്നുള്ള ഒരു ഇത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആക്ടേക്ക് ലീഡ് ചെയ്തിരിക്കാം. അതെ അതെ. പലപ്പോഴും ഇപ്പോഴത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ അടുത്ത് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻവോൾവ് ആക്കുക എന്നുള്ളൊരു ഇത്. ആദ്യം തന്നെ അതിൽ ഇൻവോൾവ് ആയെങ്കിൽ അതെ ഒബ്വിയസ്ലി ഷി വുഡ് ഹാവ് റിയലൈസ്ഡ്. അതെ അതെ. ഓക്കെ, നമ്മളിപ്പോ പാരന്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അവരത് ആക്ച്വലി ദാറ്റ് ഇസ് ലവ്. അത് ഔട്ട് ഓഫ് ലവ് ആണ് അവരത് നോ അല്ലെങ്കിൽ ഒരു ഇത് പറയണത്. പക്ഷെ നമ്മൾ ഒരു ചൈൽഡിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ലവ്, പക്ഷെ ഇറ്റ് ഇസ് സഫോക്കേറ്റിംഗ് ദം. അപ്പൊ ഇവിടെ ആക്ച്വലി വേണ്ടത് എന്ന് വെച്ചാൽ ഒരു സ്പേസ് ആണ് ടു ഷെയർ ദർ ഫീലിങ്സ്. ബോത്ത് ഇപ്പൊ പാരന്റ്സിന്റെ കൺസേൺസ് ആയാലും, അതായത് ദേ ആർ സ്കെയർഡ്, അതായത് അവർക്ക് പേടിയാണ് സംതിങ് വിൽ ഹാപ്പൻ ടു ദം എന്നുള്ളൊരു ഫീലിങ്സ് ആയാലും, ചൈൽഡിന് എനിക്കൊരു സ്നേഹം വേണം അല്ലെങ്കിൽ ബോത്ത് ദ ഫീലിങ്സ് ആർ നീഡ് ടു ബി ഷെയർഡ്. എന്നാലും നമുക്കൊരു അതോറിറ്റേറിയനും ആൻഡ് ലവ് ക്യാൻ വർക്ക് ടുഗെദർ. നമുക്കൊരു അതെ ലവ് വിത്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനൊരു അതെ അതെ. പറ്റുന്നു. ലവ് വിത്തൗട്ട് ആ സ്പേസ് ക്യാൻ ആക്ച്വലി ബി സഫിക്കേറ്റിംഗ് അല്ലേ. അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു 5 വയസ്സുള്ള കുട്ടി ഇപ്പൊ ഒരു ടാൻഡ്രംസ് ത്രോ ചെയ്യുന്ന കുട്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഫ്രിക്ഷൻ കാര്യങ്ങൾ വരുന്നു. അപ്പൊ അന്നേരം നമ്മൾ ആ കുട്ടീനെ അപ്രോച്ച് ചെയ്യുന്നത് തൊട്ട് ഒരു ടീനേജിൽ എത്തി നിൽക്കുമ്പോൾ അന്നേരം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ കാര്യങ്ങളായിരിക്കും. അന്നേരം നമുക്ക് ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ ഇപ്പൊ ആൾക്ക് റൈറ്റ് ആയിട്ടുള്ളത് എന്താ വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു ബൗണ്ടറി സെറ്റ് സെറ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റും. ലൈക്ക് സെഡ് അതോറിറ്റി ലവ് ബോത്ത് ഷുഡ് ഗോ ടുഗെദർ എന്നുള്ളതാണ്. ഇപ്പൊ ഹോമിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആ ഒരു സേഫ് സ്പേസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹോമിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ദ വേൾഡ് വിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ പോലെ അത് റൈറ്റ് ആയിട്ടുള്ള ആലോചനയായിരിക്കില്ല, റൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല എന്നുള്ളതല്ലേ. അപ്പോ ഓൾവേസ് അവർക്ക് ഉള്ളിൽ ആ ഒരു നീഡ് ഉണ്ട് ടു ബി സീൻ അല്ലെങ്കിൽ ടു ഫീൽ വാല്യൂഡ്, ഹേർഡ്. അതെ, അവരുടെ ഒരു ഐഡന്റിറ്റി എവിടെയെങ്കിലും അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരാണ്ടിരിക്കാൻ ദേ നീഡ് ഐഡന്റിറ്റി അല്ലേ. അതെ. അത് ആ ഒരു വാലിഡേഷൻ കാര്യങ്ങൾ എപ്പോഴും ആവശ്യമാണെന്നുള്ളത് അല്ലേ. ഇപ്പൊ ചിലരത് ഫ്രണ്ട്ഷിപ്സിലായിരിക്കും കണ്ടെത്തുക, ചിലരത് റിബല്യനിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു റൈറ്റ് സ്പേസ് എന്ന രീതിയിൽ നമ്മൾ പാരൻസ് ഒരു ഇൻവോൾവ് ചെയ്ത് അവർക്കൊരു റൈറ്റ് സ്പേസ്, റൈറ്റ് പീപ്പിൾ എന്ന രീതിയിൽ അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇഫ് ദേ ഗീവ് ഇറ്റ്, അതൊരു ലൈക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതൊരു ഡൈവേഴ്സ് ആയിട്ട് പോവില്ല എന്ന് നമുക്ക് അതെ, ഒരു മച്ചുവേർഡ് അഡൽട്ടിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ഗൈഡ് ചെയ്തൊരു ക്ലയന്റ്, അപ്പോൾ ആ ഒരു ക്ലയന്റിന്റെ കുട്ടി ഒരു പ്രീ ടീനിലുള്ള ഒരു കുട്ടിയായിരുന്നു.
അപ്പോൾ കുട്ടി പറഞ്ഞതുപോലെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ ഒരു ബാഡ് സ്റ്റേറ്റിൽ നിന്നിട്ട് പറഞ്ഞതുപോലെ പേരൻസിന് എങ്ങനെ അത് ഇന്റർവ്യൂൻ ചെയ്യുക എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ആക്ച്വലി വി കുഡ് ഗൈഡ് ഹെർ ഇപ്പോൾ വേർ ദേ ആർ ഗോയിങ് റോങ് അല്ലെങ്കിൽ വാട്ട് ഷീ ക്യാൻ ഡു അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു രീതിയിൽ വി ആർ ഓൾസോ ഗോയിങ് ടു സംതിങ് സിമിലർ ഈ പറഞ്ഞതുപോലെ ഒരു റിബിലിയസ് ആയിട്ടുള്ള ഒരു ടീനേജർ ആയിരിക്കും അല്ലെങ്കിൽ ഇവൻ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് നമുക്ക് എങ്ങനെ അവരിൽ നല്ലൊരു മോറൽ വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യുക ഗൈഡ് ചെയ്യുക അങ്ങനത്തെ ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. So please do take a consultation and seek support. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.